അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. പ്രിയപ്പെട്ട സത്യവിശ്വാസികളെ, സഹോദരങ്ങളെ, നമ്മുടെ മാതാപിതാക്കളുമായി ബന്ധപ്പെട്ട ഏതാനും ചില കാര്യങ്ങളാണ് ഓർമ്മപ്പെടുത്താനുള്ളത്. അല്ലാഹു സുബ്ഹാനഹു തആല ഒരിക്കലും നമ്മുടെ ജീവിതത്തിൽ മറന്നുപോകാൻ പാടില്ലാത്ത രണ്ട് വ്യക്തിത്വങ്ങളായി പരിചയപ്പെടുത്തുന്നത് നമ്മുടെ മാതാപിതാക്കളെയാണ്. മാത്രമല്ല, നമ്മുടെ ശരീരത്തിൽ തന്നെ ഒരു പൊക്കിൾക്കൊടി ബന്ധം എന്ന് പറയുന്ന, ഒരിക്കലും മായ്ച്ചാൽ മാഞ്ഞു പോകാത്ത ഒരു അടയാളം അള്ളാഹു അതിനു വേണ്ടി ബാക്കി വെച്ചിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, പ്രസവ വേദനയാണ് മാതാവ് അനുഭവിച്ചതെങ്കിൽ നമ്മുടെ വളർത്ത് ചരിത്രത്തിൽ ആ പിതാവ് അനുഭവിക്കുന്ന വേദന അത് ഒരു മിനിറ്റിലോ ഒരു ദിവസത്തിലോ ഒതുങ്ങുന്നതല്ല. ജീവിതകാലം മുഴുവൻ തൻ്റെ മക്കൾക്ക് വേണ്ടി വിയർപ്പൊഴുക്കുന്നവരാണ് പിതാക്കന്മാർ. അതുകൊണ്ട് തന്നെ മാതാപിതാക്കളുമായി ബന്ധപ്പെട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന ഏതാനും ചില കാര്യങ്ങളെക്കുറിച്ച് സൂചിപ്പിക്കാനാണ് ആഗ്രഹിക്കുന്നത്. ഒന്നാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത്, സംസാരത്തിൽ നമ്മൾ ബഹുമാനം കാണിക്കണം. സൗമ്യമായ ഭാഷയിൽ മാത്രമേ അവരോട് സംസാരിക്കാവൂ. ശബ്ദമുയർത്താതെ ആ ഒരു രൂപത്തിലുള്ള സംസാരമാണ് വേണ്ടത്. മാത്രമല്ല, അവർ സംസാരിക്കുമ്പോൾ ക്ഷമയോടുകൂടി കേൾക്കണം. നമ്മൾ മറുപടി പറയുമ്പോൾ വളരെ ആദരവോടുകൂടിയായിരിക്കണം നമ്മൾ പ്രതികരിക്കേണ്ടത്. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത്, ശിർക്കല്ലാത്ത എല്ലാ നല്ല കാര്യങ്ങളിലും അവരെ നമ്മൾ അനുസരിക്കണം. മാത്രമല്ല, നല്ല കാര്യങ്ങളിൽ അവരുടെ ഉപദേശം നമ്മൾ പിന്തുടരണം. മാത്രമല്ല, അവരെ നമ്മൾ ഒരിക്കലും അവഹേളിക്കാൻ പാടില്ല. മൂന്നാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത്, പ്രിയപ്പെട്ടവർക്ക് നമ്മൾ ഖിദ്മത്ത് ചെയ്തു കൊടുക്കണം. അവർക്ക് എന്തൊക്കെ ആവശ്യങ്ങളുണ്ട് അത് നമ്മൾ ശ്രദ്ധിക്കണം. വീട് പണികളിൽ നമ്മൾ അവരെ സഹായിക്കണം. അസുഖം വന്നാൽ പ്രത്യേകമായ ശ്രദ്ധ നമ്മൾ അവർക്ക് നൽകണം. നാലാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത്, പ്രിയപ്പെട്ടവരെ, അവർ നമുക്ക് വേണ്ടി ഒരുപാട് ത്യാഗങ്ങൾ ചെയ്തിട്ടുണ്ട്. ആ ത്യാഗങ്ങളെ മനസ്സിലാക്കിക്കൊണ്ട് നന്ദി പറയാൻ, എന്തെങ്കിലും ഒരു ഉപകാരം ഉമ്മ ഉപ്പ എന്നുള്ള നിലക്ക് നൽകുമ്പോൾ അവരോട് നന്ദി പ്രകടിപ്പിക്കാൻ നമ്മൾ മറന്നു പോകാൻ പാടില്ല. അഞ്ചാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത്, പ്രിയപ്പെട്ടവരെ, അവർക്ക് വേണ്ടി ദുആ ചെയ്യണം. റബ്ബി റഹ്മുഹുമാ കമാ റബ്ബയാനി സഗീറ എന്ന് തുടങ്ങുന്ന പ്രാർത്ഥന നമ്മളെല്ലാവരും പ്രാർത്ഥനയ്ക്ക് പ്രത്യേകം ഇജാബത്ത് കിട്ടുന്ന സന്ദർഭങ്ങളിൽ നമ്മളത് റഹ്മാനായ റബ്ബിനോട് ദുആ ചെയ്യണം. ആറാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത്, വൃദ്ധരായ അവസ്ഥയിൽ അവർക്ക് നമ്മൾ പ്രത്യേകമായ പരിഗണന കൊടുക്കണം. വളരെ സബറോട് കൂടിയാണ് നമ്മൾ അവരോട് പെരുമാറേണ്ടത്. അവർ ആവർത്തിച്ച് ഓരോ കാര്യങ്ങൾ പറയുമ്പോഴും, പറഞ്ഞത് തന്നെ വീണ്ടും വീണ്ടും പറയുമ്പോഴും അവരോട് നമ്മൾ കോപിക്കരുത്. അവരുടെ ഒറ്റപ്പെട്ടു പോകുന്ന വികാരം നമ്മൾ ഒഴിവാക്കാൻ വേണ്ടി അവരോടൊപ്പം നമ്മൾ സമയം കണ്ടെത്താൻ വേണ്ടി ശ്രദ്ധിക്കണമെന്നതാണ് ഓർമ്മപ്പെടുത്താനുള്ളത്. ഏഴാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത്, അവരുടെ അഭിമാനം നമ്മൾ കാത്തു സൂക്ഷിക്കണം. മറ്റുള്ളവരുടെ മുമ്പിൽ അവരെ അപമാനിക്കരുത്. അവരുടെ കുറവുകൾ നമ്മൾ പുറത്തു പറയരുത്. ഈ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കുക. റഹ്മാനായ റബ്ബ് നമ്മൾ അനുഗ്രഹിക്കുമാറാകട്ടെ. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ അവതരിപ്പിക്കുന്ന നേർവഴി എല്ലാ ദിവസവും ഏതാനും മിനിറ്റുകൾ സാമൂഹിക, വൈയക്തിക, കുടുംബരംഗങ്ങളെ വിശകലന വിധേയമാക്കുന്നു. അറിയുക, അറിയിക്കുക. നേർവഴി. Peace Radio. Tune to reality.